സ്വാഗതം ചർച്ചയിലേക്ക്. 10 വർഷക്കാലം നീണ്ട CPM ഭരണത്തിന് ശേഷമാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നത്, UDF അധികാരത്തിലേക്ക് വരുന്നത്. സ്വാഭാവികമായും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ അണികളും പൊതുസമൂഹവും ഒക്കെ ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കാണുകയും ചെയ്തത് 100 ദിവസം പൂർത്തിയാക്കുന്നു. നമുക്കറിയാം, സർക്കാരിന്റെ ആദ്യകാലത്ത് പല വിഷയങ്ങളിൽ ഇതൊരു ഹണിമൂൺ ടൈം ആണ് എന്നതാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. 100 ദിവസം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു നാഴികക്കല്ലാണ്. ഇനി ആയിരിക്കാം ഒരുപക്ഷെ കൃത്യമായി ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു സർക്കാർ ഓഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ നമ്മളുടെ പാനലിസ്റ്റുകളോടും ശ്രീ രാജു പി നാരായണൻ കോൺഗ്രസിൽ നിന്ന്, ശ്രീ PK ഗോപൻ CPMൽ നിന്ന്, ശ്രീ AK അനുരാജ് രാഷ്ട്രീയ നിരീക്ഷകൻ, ഈ 3 അതിഥികളോടും വളരെ ഡയറക്റ്റായ ഒരു ചോദ്യമാണ് ചോദിക്കുക. അതിനുള്ള മറുപടിയിൽ നിന്ന് നമുക്ക് മറ്റു ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. ആദ്യം ശ്രീ PK ഗോപൻ, സർക്കാരിന് പ്രതിപക്ഷം എത്ര മാർക്ക് കൊടുക്കുന്നു? പ്രതിപക്ഷത്തിന്റെ മാർക്കൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല. ഇനി എന്നോട് വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ ഞാൻ തീരെ ഒരു മാർക്കും കൊടുക്കാത്ത ഒരു സമീപനം സ്വീകരിക്കുന്നതുമില്ല. കാരണം 100 ദിവസമേ ആയിട്ടുള്ളൂ, 3 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു 0 മാർക്കൊന്നും കൊടുക്കുക എന്ന രീതിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാനൊരു 20% മാർക്ക് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നു. ശരി, ഓക്കെ. ശ്രീ രാജു പി നായർ, പ്രതിപക്ഷത്തിന് എത്ര മാർക്ക് കൊടുക്കുന്നു? അല്ല, ഞാൻ പ്രതിപക്ഷത്തിനൊരു സത്യം പറഞ്ഞ 10% പോലും മാർക്ക് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പിശുക്ക് കൂടുതലാണ് കേട്ടോ. 20% മാർക്ക് തരുന്നുണ്ട്. അല്ല, ഞാൻ പിശുക്കൊണ്ടല്ല, ഞാനൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം പറയാണ്. കാരണം ജനങ്ങൾ ഏറ്റവും വലിയൊരു പരാജയം കൊടുത്ത് 35 സീറ്റിലേക്ക് എത്തിച്ച് പരാജയപ്പെടുത്തിയത് കഴിഞ്ഞ മുഖ്യമന്ത്രിയോട് വിശ്വാസമില്ലായ്മയാണ് രേഖപ്പെടുത്തിയത്. അതേ നേതൃത്വം തന്നെ വീണ്ടും ആ മുന്നണിയെയും പാർട്ടിയെയും നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ആ വിശ്വാസക്കുറവുണ്ടായിരുന്ന ഒരു നേതാവിനെ തന്നെ വീണ്ടും കിട്ടുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ, ഫ്ലോർ മാനേജ്മെൻറ്റിൽ പോലും പരാജയപ്പെട്ടൊരു പ്രതിപക്ഷമാണ്. നമുക്കറിയാം, അന്ന് ബാലഗോപാൽ പ്രതിപക്ഷ നേതാവിനോട് ഒന്നെഴുന്നേറ്റ് എന്തെങ്കിലും പറയൂ എന്ന് പറയുമ്പോൾ ഫ്ലോർ മാനേജ്മെൻറ്റ് പോലും കൃത്യമായി ചെയ്യാൻ കഴിയാതിരിക്കുന്നത് അത് അവരുടെ കുറ്റമല്ല. കാരണം വെച്ചാൽ ജനം കൊടുത്തത് അത്രയും വലിയൊരു ശിക്ഷയാണ്. പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ പ്രവർത്തനത്തിന് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ പോലും അതിനകത്തുണ്ടായില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ അതുകൊണ്ട് കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ അവരുടെ സാഹചര്യം അതാണ്. ശരി, അല്ല, നമുക്ക് മറ്റ് ഈ പറയുന്ന വിമർശനങ്ങളിലേക്കും ആരോപണങ്ങളിലേക്കും ഒക്കെ വരാം. അതിനു മുമ്പ് ഞാൻ ഈ മാർക്കൊന്ന് അറിഞ്ഞു പോവുകയായിരുന്നു. ശ്രീ AK അനുരാജ്, പ്രതിപക്ഷത്തിനും സർക്കാരിനും എത്ര മാർക്കാണ് അങ്ങയുടെ നോട്ടത്തിൽ? ഇല്ല, ഇതിപ്പോ ഈ സർക്കാരിന്റെ മാർക്ക് ചോദിച്ചാൽ അത് വളരെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചത്. എന്നാൽ ഉത്തരം കഴിഞ്ഞ സർക്കാരിന് കൊടുത്ത മാർക്ക് തന്നെയാണ് ഈ സർക്കാരിനും. കാരണം അതേ സ്ഥിതി തുടരുകയാണ് കേരളത്തിൽ. പിന്നെ പ്രതിപക്ഷത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളിപ്പോ സത്യത്തിൽ ഇടതുപക്ഷം പ്രതിപക്ഷത്ത് വന്നാൽ കുറച്ച് ശക്തമാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഏതാണ്ട് ഒരു സ്തംഭനാവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ മാർക്കിടാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല എന്നാണ് ഞാൻ പറയാ. ഇനി നമുക്ക് ഇനിയും ഒരു ഹണിമൂൺ പീരീഡ് കഴിഞ്ഞിട്ടില്ല എന്ന് മാധു പറഞ്ഞതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പാസ് മാർക്ക്. അല്ല, ഞാൻ ഇനി ഹണിമൂൺ ടൈം എന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ശ്രീ AK അനുരാജ്. കാരണം 100 ദിവസം ഒരു നാഴികക്കല്ലാണ്. ഇനി ഒരുപക്ഷെ കുറച്ചുകൂടി ഗൗരവമായി ഓഡിറ്റ് ചെയ്യപ്പെടുമെന്നാണ് പറഞ്ഞത്. അതെ, അല്ല, ഇതുവരെയുള്ളത് ഹണിമൂൺ ആണല്ലോ. അപ്പൊ അതിന് നമ്മൾ മാർക്കിടുമ്പോ നമ്മൾ നിരാശപ്പെടുത്തണ്ട എന്ന് ഞാൻ പറയാം. അതുകൊണ്ട് നമുക്കൊരു പാസ് മാർക്ക് കൊടുക്കാം. Debate with Madhu Saji.